ലോകകപ്പ് ആവേശത്തിലാണ് നാടും നഗരവും ഒക്കെ ഉള്ളത്. പ്രത്യേകിച്ച് ഇത് ഒരു പ്രാദേശിക ടൂർണമെന്റ് അല്ല, ലോകം ഒരു പന്തായി തുകൽപന്തായി മാറുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലോകത്തെ ഒന്നിപ്പിക്കുന്ന ഇത്രമേൽ ഒരു ഗെയിം മറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും സംശയമാണ്. ഫുട്ബോളിന്റെ ഒരു പ്രത്യേകതയും അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഏതാ മനസ്സിലേക്ക് വരിക? മലബാർ, അതല്ലാതെ മറ്റൊരു പേരില്ല എന്നുള്ളത് തന്നെയാണ്. മലബാറിലും ഫുട്ബോൾ ആരവം അതിൻ്റെ ഉച്ചസ്ഥായിലാണ്. കോഴിക്കോട് പുള്ളാവൂരിൽ കഴിഞ്ഞ തവണ നമ്മുടെ മെസ്സിയുടെയും നെയ്മറിൻ്റെയും ഒക്കെ തന്നെ കൂറ്റൻ കട്ടൗട്ട് ഉയർന്ന സ്ഥലം, ഇത്തവണയും കട്ടൗട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ദിൽഷ തിലകൻ പറയുന്നത്. ദിൽഷ, കഴിഞ്ഞ തവണ ഒരുപക്ഷെ ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് പുള്ളാവൂർ പുഴയിലെ ആ കട്ടൗട്ടറുകൾ. ഇതാ നമ്മുടെ ദിൽഷ മാത്രമല്ല, എല്ലാവരും ഉണ്ട്. എല്ലാവരെയും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നോക്കണം. രാഹുൽ വിജയനുണ്ട് ഇടുക്കിയിൽ നിന്ന്, അജീഷ് ഉണ്ട് കണ്ണൂരിൽ നിന്ന്, ഒപ്പം തന്നെ ആൻമരിയുണ്ട് എറണാകുളത്ത് നിന്ന്, ഗോകുലുണ്ട്, ഒപ്പം തന്നെ ദിൽഷയുണ്ട്, വർഷയുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് ലോകത്തിൻ്റെ മുക്കിലും മൂലയും അതിൻ്റെ ഒരു ചെറിയൊരു പതിപ്പ് മാത്രമായി. ഒരുപക്ഷെ ലോകത്ത് ഇത്രമേൽ ആവേശം കേരളത്തിന് കഴിഞ്ഞ് മറ്റിടത്ത് ഉണ്ടാകും എന്ന് പോലും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ നാട് ലോകകപ്പിന് യോഗ്യത നേടിയിട്ടില്ലെങ്കിൽ പോലും മറ്റു ടീമുകൾ നമ്മുടെ ടീമുകളായി, നമ്മുടെ രാജ്യങ്ങളായി മാറുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മുടെ പ്രിയ പ്രേക്ഷകർക്ക് എല്ലായിടത്തു നിന്നുള്ള വിവരങ്ങൾ എത്തിക്കാൻ നമ്മുടെ റിപ്പോർട്ടേഴ്സ് കൂടെയുണ്ട്. അപ്പോൾ ആദ്യം ദിൽഷയിൽ നിന്നാണ്. ദിൽഷ, കഴിഞ്ഞ തവണ പുള്ളാവൂർ പുഴയിലെ ആ ഭീമൻ കട്ടൗട്ടറുകൾ നമ്മൾ കണ്ടതാണ്, ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ പതിഞ്ഞതാണ്. ഇത്തവണ ഇല്ലേ എന്ന് പലരും സംശയം ചോദിക്കുന്നുണ്ട്. എന്താണ് അവിടെ എന്നുള്ള പ്രിയ പ്രേക്ഷകർക്ക് ഈ ചോദ്യം ചോദിച്ചവർക്കുള്ള മറുപടി എന്തായിരിക്കും? തീർച്ചയായിട്ടും ഇത്തവണയും ഉണ്ട്, വലിയ സർപ്രൈസും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നമുക്കറിയാം, 4 വർഷം മുമ്പ് ഖത്തറിൽ ഈ ലോകകപ്പ് ആവേശം നിറച്ച് അവിടെ പന്തുരുളുന്നതിന് മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള കൂറ്റൻ കട്ടൗട്ടുകൾ കൊണ്ട് ലോകത്തുള്ള മുഴുവൻ ഫുട്ബോൾ ആരാധകരെയും വിസ്മയിപ്പിച്ചവരാണ് പുള്ളാവൂരുകാർ. ഇത്തവണയും അതിലൊരു മാറ്റം വന്നിട്ടില്ല. ഈ ലോകകപ്പ് ആവേശം അത് വാർത്തകളിൽ നിറയുമ്പോൾ തന്നെ എല്ലാവരും ചോദിച്ചിരുന്ന കാര്യമാണ്, പുള്ളാവൂരിലെ കട്ടൗട്ടുകളൊന്നും ഉയരുന്നില്ലേ എന്ന്. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പുള്ളാവൂരുകാരുണ്ട്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ കട്ടൗട്ടുകൾ, അതായത് ബ്രസീൽ ഫാൻസിൻ്റെയും അർജന്റീന ഫാൻസിൻ്റെയും കട്ടൗട്ടുകളാണ് ഉയർന്നിരിക്കുന്നത്. നെയ്മറും അതുപോലെ തന്നെ മെസ്സിയും എല്ലാം ഇവിടെ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ്. ഫാൻസിനോട് തന്നെ കൂടുതൽ സംസാരിക്കാം. എത്രത്തോളം ഉണ്ട് ആവേശം? വേൾഡ് കപ്പിന്റെ ആവേശം നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടാണല്ലോ. പുള്ളാവൂരിനെ വേൾഡ് കപ്പിന് നെറുകയിലെത്തിച്ച സ്ഥലമാണ് പുള്ളാവൂര്. അതുകൊണ്ട് ഇത്തവണ ഒരു കുറവ് വന്നിട്ടില്ല. ഇനി സർപ്രൈസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ അർജന്റീന വരുന്നുണ്ട്, ബ്രസീലിന് സർപ്രൈസ് ഒന്ന് വന്ന് ഇനി രണ്ടാമത്തെ നാളെ വരുന്നുണ്ട്. ലോകത്തിനെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടി 4 വർഷം മുമ്പ് ഇവിടെ നടന്നിട്ടുള്ളത്. അത് അതിനേക്കാൾ വലിയ സംവിധാനത്തിലാക്കി ആളുകൾക്കൊക്കെ വിസ്മയം നൽകുന്ന വലിയ സംവിധാനം നാളത്തോടു കൂടി ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇനി വരാൻ പോവുകയാണ്. ഇനിയും അത് ഒരു സർപ്രൈസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നുണ്ട്. ഇതൊരു വലിയ സംവിധാനമാണ്, അതിനേക്കാൾ വലുത് ഇവിടെ വരാൻ പോവുകയാണ്. ബ്രസീലാണോ കപ്പടിക്കുക? ബ്രസീൽ അല്ലാണ്ട് ആരാ കപ്പടിക്കുക? ബ്രസീൽ കപ്പടിക്കും. അർജന്റീനയാണോ കപ്പടിക്കുക? അർജന്റീന ഫാൻസിന്റെ വലിയ പുള്ളാവൂർ ഒരു വിസ്മയമാണ്. നമ്മൾ കണ്ടതാണ്, ലോകത്തിന് കാണിച്ചു കൊടുത്താണ്. കേരളത്തിന്റെ ആവേശം ഒരു ചെറിയൊരു കോണിൽ ഒതുക്കിക്കൊണ്ട് നമ്മൾ ആ പുഴയിലൂടെ ഒരുക്കിയ കട്ടൗട്ടറിലൂടെ നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുത്താണ്. ഞങ്ങൾക്കൊരു ലോകകപ്പിന് ഞങ്ങൾക്കൊരു ടീമില്ലെങ്കിലും എല്ലാവരും ഞങ്ങളുടെ ടീമെന്ന് തെളിയിച്ചതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.